സ്വകാര്യമായി പത്രോസിനോട് സംസാരിക്കുവാൻ യേശു ആഗ്രഹിച്ചു. അതുവരെയും വലിയൊരു പുരുഷാരത്തോട് സംസാരിച്ച യേശു ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ അനുഭവിക്കുന്ന ഭാരങ്ങളും ദുഃഖവും വേദനകളും എല്ലാം അറിഞ്ഞിട്ട് നിരാശയുള്ള അവൻ്റെ ജീവിതത്തെ ഒന്ന് ഉയർത്താൻ കർത്താവ് ആഗ്രഹിച്ചു. അവനോട് യേശു പറയുകയാണ്, നീ ഈ ഇന്ന ഭാഗത്ത് വലയിറക്കുക എന്ന്. അപ്പോഴാണ് അവൻ പറയുന്നത്, കർത്താവേ, എല്ലാ രാത്രിയിലും ഞാൻ അധ്വാനിച്ചിട്ടും എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന്. ഇതുപോലെ നിരാശ മുറ്റി നിൽക്കുന്ന ജീവിതങ്ങൾ ഈ ദൈവവചനം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളോട് ദൈവവചനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇന്ന് കേൾക്കുന്ന ദൈവവചനങ്ങൾ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളതിന് പുറം തിരിഞ്ഞ് നിന്ന് അതിനെ കേൾക്കും. ഒരുപക്ഷെ ചിലരുടെ പ്രേരണ കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ദൈവവചനത്തെ ശ്രദ്ധിക്കുന്നത്. എന്നാൽ പത്രോസ് അവൻ പറഞ്ഞ വാക്കിന് വില കൊടുത്ത് അവൻ അവിടെ മീൻ പിടിക്കാനായിട്ട് വലയിറക്കിയപ്പോൾ അവന് വലിച്ച് കയറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള മത്സ്യസമ്പത്ത് അവന് കിട്ടി. നിങ്ങളുടെയും ജീവിതം ശൂന്യമായിരിക്കാം, നിങ്ങളുടെയും ജീവിതം തകർച്ചയിലായിരിക്കാം, നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾ നിരാശയിലായിരിക്കാം, നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾ രോഗത്തിനകത്തായിരിക്കാം, പൈശാചിക ബന്ധനങ്ങളിലായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ വാക്കിന് വില കൊടുക്കാൻ കഴിയുന്നവന് വിടുതലുണ്ട്.